ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പത്രം പരിചയപ്പെട്ടാലോ. നമ്മുടെ കയ്യിൽ ഇതുപോലെ കളക്ഷൻ ക്യാമറ, നാണയങ്ങൾ, കറൻസികളൊക്കെ കളക്ട് ചെയ്യുന്ന പോലെ തന്നെ പത്രത്തിൻ്റെ ഒരു കളക്ഷനും ഓരോരുത്തരുടെ താല്പര്യമല്ലേ. അപ്പോൾ പത്രം മാത്രം കളക്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അങ്ങനെ കിട്ടിയ കുറച്ച് ന്യൂസ് പേപ്പറാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഈ കാണുന്നത് ഡയാന രാജകുമാരി പ്രിൻസസ്സായിട്ട് അധികാരമേറ്റ സമയത്തുള്ള ഒരു പത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പത്രമാണിത്. ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. അങ്ങനെ നല്ലൊരു പത്രം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പത്രങ്ങൾ, രണ്ട് മൂന്ന് നാല് പത്രങ്ങളെ പറ്റിയിട്ടാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇങ്ങനെ ആർക്കും വേണമെങ്കിലും കളക്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോൾ ആ പത്രത്തിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പത്രത്തിൻ്റെ കളക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു കളക്ഷൻ നമുക്കതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഡയാന രാജകുമാരി പ്രിൻസസ്സായിട്ട് അധികാരമേറ്റ സമയത്തെ ഡെയിലി മിറർ എന്ന് പറയുന്ന ഒരു പത്രമാണ്. ഇനി അടുത്തതായിട്ട് കാണുന്നത്, ഇതൊരു സന്തോഷ വാർത്തയാണെങ്കിൽ അടുത്തതായിട്ട് കാണുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ മരിച്ചതിൻ്റെ ഒരു ന്യൂസാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വിൻസ്റ്റൺ ചർച്ചിൽ മരിച്ചതിൻ്റെ ദ ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രമാണ്. ഇത് നമ്മുടെ സിബിച്ചാണ്ടാണ്. സിബിച്ചാൻ്റെ ഒരു പഴയ ഫോട്ടോ കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൻ്റെ ദ ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെ തുടർന്നുള്ള ഒരു പത്രമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പത്രങ്ങൾ, മരണവാർത്തകളാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നതാണെങ്കിലും ഇതുപോലുള്ള പത്രങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കളക്ഷൻ, നമുക്ക് അധികം ചിലവില്ലാതെ വളരെ നല്ലൊരു കളക്ഷൻ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും അതിനൊരു വാല്യൂ എപ്പോഴും അതിനുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പത്രം മാറിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് രണ്ട് പത്രങ്ങളുണ്ട്. ഡയാന രാജകുമാരിയുടെ പ്രിൻസസ്സായിട്ട് വന്നതിൻ്റെ ഒരു പത്രമാണെങ്കിൽ ഇത് മരണവാർത്തയാണ്. അതുപോലെ തന്നെ എലിസബത്ത് രാജ്ഞി ഈ കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പത്രമാണ്. നമ്മുടെ ഇവിടുത്തെ പത്രത്തിൻ്റെ കൂട്ട് വലിയ വലിപ്പമുള്ള പത്രമല്ല, പക്ഷേ എങ്കിൽ കൂടി പേജസ് ഒരുപാടാണ്. ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ അടുപ്പിച്ച് കാണും ഒരു പത്രം എന്ന് പറയുന്നത്. അത്രയും പേജസ് ഉണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും, പഴയ ഫോട്ടോസ്, ചെയ്തിരുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നത് പോലുള്ള രീതിയിലുള്ള പത്രങ്ങളാണ് കൂടുതലും അവിടെ ലഭിക്കുന്നത്. നല്ല വെയിറ്റുമാണ്. ഒരുപാട് പേപ്പറുകളുണ്ട്. ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വലിയൊരു പത്രമാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ എലിസബത്ത് രാജ്ഞി മരിച്ചതിൻ്റെ ഒരു പത്രമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഡയാന രാജകുമാരിയുടെ മരണവാർത്ത ഉള്ള പത്രം കൂടെ കാണാം. പക്ഷേ ആ മരണവാർത്തയുടെ പത്രത്തിനകത്ത് മദർ തെരേസയുടെ ഒരു മരണവാർത്തയും കൂടെ അടങ്ങിയൊരു പത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഡയാന രാജകുമാരിയും അതുപോലെ തന്നെ മദർ തെരേസയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇത് ഒരു സ്റ്റാമ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാജ്യം പുറത്തിറക്കിയ ഡയാന രാജകുമാരിയും മദർ തെരേസയും അതുപോലെ തന്നെ മദർ തെരേസയും പോപ്പും ഒക്കെ ആയിട്ട് അടങ്ങുന്ന ഒരു സെറ്റാണ്. ഭൂട്ടാൻ പുറത്തിറക്കിയ, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയ ഒരു സെറ്റ് സ്റ്റാമ്പാണ്. അപ്പോൾ ഇതിനകത്ത് ആ പത്രം കാണിച്ചപ്പോൾ രണ്ടുപേരുടെ ന്യൂസ് അതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റാമ്പും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു പത്രത്തിലെ ആ മരണവാർത്തയെക്കുറിച്ചുള്ള കുറേയധികം വാർത്തകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദർ തെരേസ എന്ന് പറയുന്ന ആ വ്യക്തിക്കും ഒരുപാട് പ്രാധാന്യം അവിടുത്തെ പത്രങ്ങളിൽ ആ സമയത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയാന രാജകുമാരിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്, എവിടെയൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ചാർട്ട് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ചാർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടങ്ങിയ ഒരു വലിയ ന്യൂസ് പേപ്പറാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരുപാട് വാല്യൂ ഉള്ള നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പഴയ പത്രങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് വലിയൊരു കളക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പത്രത്തിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഏത് രീതിയിൽ വേണേലും എന്ത് വേണേലും നമുക്ക് കളക്ട് ചെയ്യാം. നാണയങ്ങൾ കളക്ട് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ കറൻസി, സ്റ്റാമ്പ്, ഇതുപോലെ പത്രങ്ങൾ, ലോട്ടറി ടിക്കറ്റുകൾ. അപ്പോൾ എന്ത് കളക്ട് ചെയ്താലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ഫോക്കസ് ചെയ്ത് കളക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഫോക്കസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു തീം വെച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ കളക്ട് ചെയ്യുകയും ബാക്കിയൊക്കെ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസാണ് ഞാൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടുകാർ കോയിൻസോ കറൻസികളോ സ്റ്റാമ്പോ ഒക്കെ കളക്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് പരിചയപ്പെടുത്തി കൊടുക്കുക.
നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള പല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഈ പത്രത്തിൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.